Hi students, a very good morning to all. ഇത് നമ്മുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ലാസ്റ്റ് പ്രോബ്ലം ആണ്. നമുക്ക് കുറച്ച് അഡീഷണൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാം. മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട്. മുനിസിപ്പൽ ടാക്സ് 5% ആണെന്ന് പറയുന്നുണ്ട്. ഹൗസ് സെൽഫ് റെസിഡൻഷ്യൽ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് 1/4 പോർഷൻ ലെറ്റ് ഔട്ട് ആയിട്ട് യൂസ് ചെയ്യാണ്. നമ്മളിവിടെ സെൽഫ് ഹൗസ് പ്രോപ്പർട്ടിയുടെ യൂഷ്വലി എന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ദെൻ ലെറ്റ് ഔട്ട് പോർഷനും കണ്ടിട്ട് ടോട്ടൽ ആ അസസിയുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ് കാൽക്കുലേറ്റ് ചെയ്യാറ്. നമുക്കറിയാം ഇവിടെ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ഒരു പോർഷൻ ഉണ്ടെങ്കിലും നമുക്കറിയാം അവിടെ ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലാണ്, നെറ്റ് ആനുവൽ വാല്യൂ നില്ലാണ്. ബട്ട് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഡിഡക്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഇല്ല. അതായത് എന്താണ്, നമുക്ക് ഇൻകം ഫ്രം ലോസ് ഫ്രം സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി ഇവിടെ നില്ലാണ്. ലെറ്റ് ഔട്ട് പോർഷനായ ആ 1/4 പോർഷൻ്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. മുനിസിപ്പൽ വാല്യൂ 20,000 തന്നിട്ടുണ്ട്. ബട്ട് നമ്മൾ എന്തെടുക്കണം, ഇവിടെ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ ആ പോർഷൻ കാണുമ്പോൾ 1/4 എടുത്തിട്ട് വേണം കമ്പയർ ചെയ്യാനായിട്ട്. കമ്പയർ ചെയ്യാൻ വേറെ ഇവിടെ ഒരു ഐറ്റം എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വൽ റെൻ്റ് ആണ്. നമുക്കൊരു ക്ലൂ ഉണ്ട്, എന്താണ് 100 പെർ മന്ത് വിത്ത് എഫക്റ്റ് ഫ്രം 1st January എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രീവിയസ് ഇയർ ഏപ്രിൽ ടു 31st March ആണ്. അപ്പോൾ ജനുവരി തൊട്ട് മാർച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് 3 മാസത്തെ റെൻറ്റ് മാത്രമേ ഇവിടെ ആക്ച്വൽ റെൻറ്റ് വരുന്നുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ യൂഷ്വലി എടുക്കുന്ന പോലെ കമ്പയർ ചെയ്യുക അല്ലേ. അപ്പോൾ മുനിസിപ്പൽ റെൻ്റൽ വാല്യൂം ആക്ച്വൽ റെൻ്റൽ വാല്യൂം ഇവിടെ കമ്പയർ ചെയ്ത് ഹയർ ആണ് നോക്കുന്നത്. ബാക്കി ഇവിടെ FRVയോ സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ MRV എന്ന് പറയുന്നത് എന്താണ്, 1/4 ഓഫ് 20,000 ആണ്. അതായത് ടോട്ടൽ 20,000 ആണ് ഇവിടെ MRV ആയിട്ട് പറയുന്നത്. ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി ആകുമ്പോൾ അതിൻ്റെ 1/4 എടുക്കുന്നു. അപ്പോൾ 1/4 ഓഫ് 20,000 അല്ലെങ്കിൽ ആക്ച്വൽ റെൻറ്റ് 400 3 മന്ത്സിലേക്ക്. അപ്പോൾ 400 × 12 ആ 1,200. അപ്പോൾ ഇതിൽ ഹയർ എമൗണ്ട് ഏതാണോ അതായിരിക്കും ഗ്രോസ് ആനുവൽ വാല്യൂ. അപ്പോൾ 1/4 ഓഫ് 20,000 5,000. അതുപോലെ തന്നെ ആക്ച്വൽ റെൻറ്റ് 3 മന്ത്സിലേക്ക് 400 ആകുമ്പോൾ 400 × 3 1,200 ആണ്. അപ്പോൾ 5,000ഉം 1,200ഉം കമ്പയർ ചെയ്യുമ്പോൾ ഹയർ വാല്യൂ എത്രയാണ്, 5,000. അപ്പോൾ അതാണ് നമ്മുടെ ഗ്രോസ് ആനുവൽ വാല്യൂ. അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. മുനിസിപ്പൽ ടാക്സിൻ്റെ 5% എന്നാണ് തന്നിട്ടുള്ളത്. അതായത് എന്താ, മുനിസിപ്പൽ റെൻ്റൽ വാല്യൂവിൻ്റെ 5% ആണ് ടോട്ടൽ ആ ഹൗസ് പ്രോപ്പർട്ടിയുടെ മുനിസിപ്പൽ ടാക്സ്. അതായത് 20,000 × 5%. അതെന്ന് പറയുന്നത് എത്രയാണ്, നമുക്ക് 1,000 ആണ് കിട്ടുക. പക്ഷെ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ നമ്മൾക്ക് എല്ലാം ഇതിനകത്ത് എത്രയാണ് പറയുന്നത്, 1/4 ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടിയാണ് ലെറ്റ് ഔട്ട് ചെയ്തത്. അപ്പോൾ 1,000ൻ്റെ 1/4 കാണുമ്പോൾ 250 നമുക്ക് മുനിസിപ്പൽ ടാക്സ് കിട്ടും. അപ്പോൾ അത് ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് ഈ 250 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നെറ്റ് ആനുവൽ വാല്യൂ അല്ലെങ്കിൽ ആനുവൽ വാല്യൂ 4,750 കിട്ടി. നമുക്കറിയാം ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 നമുക്ക് 3 items ആണ് നോർമലി ഡിഡക്റ്റ് ചെയ്യാറ്. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ലോണോ അല്ലെങ്കിൽ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റിനെ പറ്റിയിട്ട് ഒന്നും തന്നെ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. സോ നമുക്ക് ഓൺലി സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായ 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നെറ്റ് ആനുവൽ വാല്യൂ 4,750 ആണ്. അതിൻ്റെ 30% കാണുമ്പോൾ 1,425 കിട്ടും. അത് നമ്മൾ മൊത്തം നെറ്റ് ആനുവൽ വാല്യൂവിൽ നിന്ന് ഈ 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 3,325 നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. സിമ്പിൾ പ്രോബ്ലം ആണ്. ഒരു കാര്യം മാത്രം ഓർക്കുക, ഇവിടെ ആ അസസിയുടെ മൊത്തം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാണുമ്പോൾ യൂഷ്വലി നമ്മൾ സെൽഫ് ഓക്യുപ്പൈഡും ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയും സെപ്പറേറ്റ് കണ്ടിട്ട് അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാണ് ചെയ്യുക. സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ലോസും ഈ ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻകം ആകുമ്പോൾ നമ്മൾ യൂഷ്വലി അത് ഡിഡക്റ്റ് ചെയ്യാണ് ചെയ്യുക. ഇവിടെ സെൽഫ് ഓക്യുപ്പൈഡിൻ്റെ ഒരു പോർഷൻ വരുന്നില്ല. ബിക്കോസ് നമുക്കറിയാം ഇവിടെ നെറ്റ് ആനുവൽ വാല്യൂ നില്ലായിരിക്കും സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിക്ക്. ഓൺലി ഡിഡക്റ്റ് ചെയ്യാവുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. ബട്ട് ഈ പ്രോബ്ലത്തിൽ ഇൻട്രസ്റ്റ് ഓൺ ലോണിനെ പറ്റിയിട്ട് ഒന്നും തന്നെ മെൻഷൻ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം, മൊത്തം ഹൗസ് പ്രോപ്പർട്ടിയുടെ 1/4 ആണ് നമ്മളിവിടെ ലെറ്റ് ഔട്ടായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആക്ച്വൽ
മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ എടുക്കുമ്പോഴും 1/4 ആണ് അതിൻ്റെ എടുക്കുക. അതുപോലെ മുനിസിപ്പൽ ടാക്സ് എല്ലാം 1/4 ആയിരിക്കും എടുക്കുക. ആ കാര്യം ഓർക്കുക. അപ്പോൾ സിമ്പിൾ പ്രോബ്ലം ആണ്, ബട്ട് ചെറിയൊരു ക്ലോസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ പ്രോബ്ലം ഞാൻ വീണ്ടും വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് നോട്ടിൽ ചെയ്യാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലത്തിലും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ശോഭ എന്ന് പറഞ്ഞൊരു വ്യക്തി, അതാണ് നമ്മുടെ അസസ്സി. അപ്പോൾ ഹാഫ് ഓഫ് ദ ഹൗസ് വിച്ച് വാസ് ലെറ്റ് ഔട്ട് എന്നാണ് പറയുന്നത്. ഇത് മൊത്തം ഹൗസ് പ്രോപ്പർട്ടിയുടെ 50%. ഹാഫ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ വാടകയ്ക്ക് കൊടുത്തേക്കാണ്. ഓക്കെ, ₹10,000 പെർ മന്ത്, അതായത് അതിൻ്റെ റെൻ്റാണ്. അപ്പോൾ 10,000 × 12 ആക്ച്വൽ റെൻ്റൽ വാല്യൂ ARV. ഇതിൽ 3 months വേക്കൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആ 3 monthsൻ്റെ കണ്ടിട്ട് എന്ത് ചെയ്യണം, 12 മാസത്തെ ആ റെൻറ്റിൽ നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. വേക്കൻസി ഉള്ള കാരണം നമുക്കിവിടെ വേറെ കമ്പാരിസൺ ഒന്നും ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ 50% എന്താണ്, ലെറ്റ് ഔട്ടാണ്. ബാക്കി 50% ഉണ്ട് അല്ലേ. ആ 50% ഫുള്ളി സെൽഫ് ഒക്യുപ്പൈഡ് അല്ല. 25% ഓഫ് ദ ഹൗസ് എന്ത് ചെയ്യാണ്, ശോഭ റെസിഡൻസ് പർപ്പസിന്, അതായത് സെൽഫ് ഒക്യുപ്പൈഡ് പോർഷനാണ് 25%. ബാക്കി 25% എന്താണ്, ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് വേറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. മുനിസിപ്പൽ ടാക്സ് തന്നിട്ടുണ്ട് 20,000. അത് പ്രൊപ്പോർഷനേറ്റ്ലി ആ മുനിസിപ്പൽ ടാക്സ് ഡിവൈഡ് ചെയ്ത് പോവും. ദെൻ റിപ്പയേഴ്സ് വരുന്നുണ്ട്, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും വരുന്നില്ല. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോണും ഇതുപോലെ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ലോണും പ്രൊപ്പോർഷനേറ്റ്ലി നമ്മൾ ഡിവിഷൻ വരും. കാൽക്കുലേറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഒറ്റ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ 3 ഡിവൈഡ് ചെയ്യാണ്. ഒന്ന് ലെറ്റ് ഔട്ട് പോർഷൻ, 2 സെൽഫ് ഒക്യുപ്പൈഡ് പോർഷൻ, ദെൻ ആ ബിസിനസ് എക്സ്പെൻസസിൻ്റെ ഒരു ഭാഗവും വരും. ഇതിൽ ലെറ്റ് ഔട്ട് പോർഷനിൽ 50%, ബാക്കി സെൽഫ് ഒക്യുപ്പൈഡും ബിസിനസ്സും കൂടിയായിട്ട് 25%. അങ്ങനെയാണ് പ്രോബ്ലം വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക, എന്നിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓഫ് ശോഭ എന്ന് എഴുതുക. അതിൻ്റെ ആദ്യത്തെ ഭാഗം ഞാൻ പറഞ്ഞു ലെറ്റ് ഔട്ട് പോർഷനാണ്. അറിയാം, ഇവിടെ വേക്കൻസി ഉള്ള കാരണം ആദ്യം എന്ത് ചെയ്യുക, നമ്മളിവിടെ ആക്ച്വൽ റെൻ്റൽ വാല്യൂ ആയിരിക്കും ഗ്രോസ് ആനുവൽ വാല്യൂ അല്ലേ. അപ്പോൾ ആക്ച്വൽ റെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ ടോട്ടൽ 12 monthsലേക്ക് നോക്കാം. 10,000 × 12 1,20,000 കിട്ടും. ദെൻ വേക്കൻസി നമുക്കറിയാം 3 മാസത്തേക്കാണ്. അപ്പോൾ 10,000 × 3 30,000. 1,20,000 നിന്ന്, അതായത് 12 monthsൻ്റെ റെൻറ്റിൽ നിന്ന് 3 monthsൻ്റെ വേക്കൻറ്റ് പീരീഡിലുള്ള റെൻറ്റ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് 90,000 ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി നമുക്കറിയാം നോർമലി ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് നമ്മൾ മുനിസിപ്പൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യും. 50% ആണ് ഇവിടെ മുനിസിപ്പൽ ടാക്സ് വരിക. അത് 50% ലെറ്റ് ഔട്ട് പോർഷനും 50% നമ്മൾ റെസിഡൻഷ്യൽ പോർഷനുമാണ് വരിക. മുനിസിപ്പൽ ടാക്സ് 20,000, 50% കാണുമ്പോൾ 10,000 കിട്ടും. അത് ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് ഈ 10,000 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 80,000 നെറ്റ് ആനുവൽ വാല്യൂ അല്ലെങ്കിൽ ആനുവൽ വാല്യൂ നമുക്ക് കിട്ടും. നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അറ്റ് 30% നമുക്ക് ഇതിൽ നിന്ന് കുറയ്ക്കാം. അതായത് നമ്മൾ നോർമലി ആനുവൽ വാല്യൂവിൽ നിന്ന് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 കുറയ്ക്കും. അതിൽ ഒന്നാമത്തെ ആയിട്ടാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അറ്റ് 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ. നെറ്റ് ആനുവൽ വാല്യൂ ഓൾറെഡി നമുക്ക് 80,000 കിട്ടി. അതിൻ്റെ 30% എന്ന് പറയുമ്പോൾ 24,000. മറ്റൊരു ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. പറഞ്ഞു മുനിസിപ്പൽ ടാക്സും ഇൻട്രസ്റ്റ് ഓൺ ലോണും പ്രൊപ്പോർഷനേറ്റ്ലി ആണ്. അതായത് 50% ആണ് ലെറ്റ് ഔട്ടിന്, 50% ആണ് സെൽഫ് ഒക്യുപ്പൈഡിന്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ 10,000ൻ്റെ ഹാഫ് ലെറ്റ് ഔട്ടിന് എടുക്കും. അപ്പോൾ 5,000 നമുക്ക് കിട്ടും. അപ്പോൾ ഈ 24,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ഇൻട്രസ്റ്റ് ഓൺ ലോൺ 5,000, അപ്പോൾ 29,000 ഓൾ ടുഗെദർ കിട്ടും. അത് ആനുവൽ വാല്യൂ ആയ 80,000ൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുക. നമുക്ക് 80,000 മൈനസ് 29,000 51,000 ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഫ്രം ലെറ്റ് ഔട്ട് പോർഷൻ കിട്ടും. ഇനി ഇതുപോലെ എന്ത് ചെയ്യണം, നമ്മൾ സെൽഫ് ഒക്യുപ്പൈഡ് പോർഷനിൽ നിന്ന് കിട്ടുന്ന, യൂഷ്വലി നമുക്കറിയാം സെൽഫ് ഒക്യുപ്പൈഡിൽ നിന്ന് ഇൻകം അല്ല വരാം, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ നില്ലാണ്. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ലോണ് നമുക്ക് കുറയ്ക്കാം. അപ്പം നമ്മൾ പറഞ്ഞു 50% ലെറ്റ് ഔട്ട് പോർഷനാണ് എടുക്കണത്. ബാക്കി 50യുടെ
25% ആണ് സെൽഫ് ഒക്യുപ്പൈഡ്. അപ്പോൾ നമ്മൾ 25% മാത്രം എന്ത് ചെയ്താൽ മതി, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഇവിടെ ഡിഡക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ 10,000ൻ്റെ 25% കാണുമ്പോൾ നമുക്ക് 2,500 കിട്ടും. അതെന്താണ്, നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ് 2,500. നമുക്കറിയാം ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലിൽ നിന്ന് ഈ 2,500 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ -2,500 ആണ് കിട്ടുക. അത് നമ്മുടെ ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. 25% നമ്മൾ ബിസിനസ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കാൽക്കുലേഷൻസ് ഒന്നും തന്നെ ഈ ഹെഡിൽ നമ്മൾ ചെയ്യില്ല. ഓക്കെ, സോ ടോട്ടൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ ലെറ്റ് ഔട്ട് പോർഷനിൽ നിന്ന് കിട്ടിയേക്കുന്ന ഇൻകം 51,000, അതിൽ നിന്ന് സെൽഫ് ഒക്യുപ്പൈഡിൻ്റെ ആ ലോസായ 2,500 ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ 48,500 നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇവിടെ ബിസിനസ്സിൻ്റെ പോർഷൻ നമ്മൾ എടുക്കില്ല, ബിക്കോസ് അതെന്താണ് ഈ ഒരു ഹെഡിൽ വരുന്നതല്ല. നെക്സ്റ്റ് ഹെഡായ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനിൽ വരുന്ന ഒരു ഭാഗമാണത്. ഓക്കെ, അപ്പോൾ ലെറ്റ് ഔട്ടിൻ്റെയും സെൽഫ് ഒക്യുപ്പൈഡിൻ്റെയും പോർഷൻ എത്രയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ലെറ്റ് ഔട്ട് 50%, അപ്പോൾ നമ്മൾ മുനിസിപ്പൽ ടാക്സും ഇൻട്രസ്റ്റ് ഓൺ ലോണും 50% എടുക്കും. സെൽഫ് ഒക്യുപ്പൈഡ് 25% ആയ കാരണം ഇൻട്രസ്റ്റിൻ്റെ 25% ആണ് നമ്മൾ എടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ പ്രോബ്ലത്തിൽ സെൽഫ് ഒക്യുപ്പൈഡ് ഓർക്കുക, അതിൻ്റെ നെറ്റ് ആനുവൽ വാല്യൂ നില്ലായിരിക്കും. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഇല്ലാത്ത കാരണമാണ് അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരാത്തത്. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് സെൽഫ് ഒക്യുപ്പൈഡ് 25% ആണെന്ന്, ഇൻട്രസ്റ്റ് ഓൺ ലോണും ഉണ്ട്. അതുകൊണ്ടാണ് ആനുവൽ വാല്യൂ നില്ലായാലും ഇൻട്രസ്റ്റ് ഓൺ ലോൺ അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടുന്നത്. അപ്പോൾ ഈ 2 പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കുക. ഇതുവരെയുള്ള എല്ലാ പ്രോബ്ലംസും ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.